ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ഇത് സാധ്യമാക്കി തീർക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമെന്ന് നാം തെളിയിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ അത് കാണിച്ചു കൊടുക്കാൻ ഉത്തമ മാർഗദർശിയാണ് ശ്രീമദ് ഭഗവത്ഗീത. ഗീത പഠിക്കൂ, ജീവിതം വിജയിക്കൂ. ജീവിതത്തിൽ വിജയിക്കൂ. അപ്പോൾ ജീവിതത്തിൽ വിജയിക്കാൻ നമുക്ക് സാധിക്കുമോ? സാധിക്കും. അതിന് നാം പ്രധാനമായിട്ടും നമ്മുടെ പേഴ്സണാലിറ്റി, വ്യക്തിത്വത്തെ അറിയണം. നമ്മുടെ വ്യക്തിത്വത്തെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ തെറ്റായിട്ടാണ്. നമ്മൾ ശരിക്കും മനസ്സിലാക്കിയില്ല. നമ്മളെന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഞാനൊരാണ്, ഞാനൊരു പെണ്ണ്, ഞാനൊരമ്മ, ഞാനൊരു അച്ഛൻ, ഞാനൊരു ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ, ഞാനൊരു ഉദ്യോഗസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷനാണ് നമുക്കുള്ളത്. പക്ഷേ ഇതൊക്കെ എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? ഫ്രം വെയർ ഇറ്റ് സ്റ്റാർട്ട്സ് നമ്മൾ ആരെയും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പം നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തെ ഇന്നത്തെ സയൻസിൻ്റെ തലങ്ങളിലൂടെ ഒന്ന് നോക്കിയാൽ മതി. അതാണ് നിങ്ങളോട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. സയൻസ് ലൈഫിലേക്ക് ഒന്ന് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ പല ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ട്. എന്നാൽ സയൻസ് ആണോ ജീവിതം എന്ന് വെച്ചാൽ സയൻസിനും അപ്പുറത്തൊരു സയൻസ് ഉണ്ട്. അതാണ് ഭാരതീയ ഋഷിവര്യന്മാർ പറയുന്ന ആത്മീയ ശാസ്ത്രം. അത് ഭൗതിക ശാസ്ത്രത്തിനും അതീതമാണ്. അത് മനസ്സിലാക്കാൻ ഭൗതിക ശാസ്ത്രം ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നൗ ഇറ്റ് ഈസ് സോ ഈസി ടു അണ്ടർസ്റ്റാൻഡ് ദ സ്പിരിച്വൽ സയൻസ് ബിക്കോസ് ദ മെറ്റീരിയൽ സയൻസസ് പ്രോഗ്രസ് ഇൻ സച്ച് എ എക്സ്റ്റെൻഡ്. ഫ്രം there we can easily identify or recognize the truth. വേഗം മനസ്സിലാവും. അപ്പം അതുകൊണ്ട് ആദ്യം നമ്മൾ മെറ്റീരിയൽ സയൻസിൻ്റെ തലത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ എനർജിയാണ് മാറ്റർ ആവുന്നതെന്നുള്ള അടിസ്ഥാന സത്യം നമ്മൾ ഉൾക്കൊള്ളുക. അപ്പോൾ എനർജിയാണ് മാറ്റർ ആവുന്നത്. അപ്പം നമ്മളൊരു മാറ്റർ അല്ല. മാറ്റർ മീൻസ് ഇറ്റ്സ് ഫിസിക്കൽ ഫോം അല്ല. ഈ ഫിസിക്കൽ ഫോം എന്ന് പറയുന്നത് മാറ്ററാണ്, മാസ്സാണ്, ഒരു പിണ്ഡം. അപ്പം ഏത് പിണ്ഡവും, പിണ്ഡം മീൻസ് നമ്മൾ ആനപ്പിണ്ഡം അല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ വേണ്ടാത്തൊന്നും ചിന്തിക്കരുത്. പിണ്ഡം എന്നൊക്കെയുള്ള വാക്ക് സാൻസ്ക്രിറ്റിൽ നിന്നാണ് ഞാൻ പറയണത്. അപ്പോൾ ഈ പിണ്ഡം എന്ന് പറയുന്ന മാസ്, ഒരു മാംസപിണ്ഡം ആയിരിക്കുന്നത് മുഴുവൻ രൂപമില്ലാത്ത ഊർജത്തിൽ നിന്നും വികസിച്ചു എന്നത് മനസ്സിലാക്കാൻ പ്രയാസമില്ല. കാരണം ഐൻസ്റ്റീനിയൻ സയൻസ് പ്രൂവ് ചെയ്ത ഫാക്ടറാണ്. ഒരു മാറ്ററിൽ നിന്നല്ല ഊർജം വരുന്നത്, ഊർജമാണ് മാറ്ററായത് എന്നത് അടിസ്ഥാനമായ സയൻസിൻ്റെ ഏറ്റവും വലിയ സത്യമാണത്. ദ അബ്സല്യൂട്ട് ട്രൂത്ത്. അപ്പം നമ്മൾ അംഗീകരിക്കണം, നമ്മൾ രൂപം ഉള്ളവരല്ല, രൂപം ഇല്ലാത്തൊരു ഊർജമാണ് രൂപമായി നിൽക്കുന്നത് എന്ന് അംഗീകരിക്കണം. അപ്പോൾ ഉടനെ അടുത്ത ചോദ്യം വരികയാണ്, ഈ രൂപമില്ലാത്ത ആ രൂപമില്ലാത്ത ആ ഊർജം അത് എന്താണ്? അവിടെയാണ് ഭാരതീയ ഋഷിവര്യന്മാർ ഐൻസ്റ്റീനിയൻ സയൻസിനും അപ്പുറത്തേക്ക് കടന്നിട്ട് പറയുന്നത്, ഈ രൂപമില്ലാത്ത ഊർജം, ഇന്ന് ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ എന്ന് പറയുന്ന ആ ഒരു ഊർജ്ജഘടനയെ പോലും അറിയാൻ സാധിക്കുന്ന ഒരു ബോധശക്തി, ബോധ മനസ്സ് നമുക്കുണ്ട്. അപ്പോൾ ആ ബോധ മനസ്സിന് ഒന്നിനെ അറിയാൻ സാധിക്കുന്നുവെങ്കിൽ ആ അറിയാൻ സാധിക്കുന്നത് അറിയപ്പെടുന്നതിനേക്കാളും സൂക്ഷ്മമായതുകൊണ്ടാണ്. കാരണം ഞാൻ ഒന്നിനെ അറിയുന്നുവെങ്കിൽ ഞാൻ ആ അറിയുന്നതിനേക്കാളും സൂക്ഷ്മമായതുകൊണ്ടാണ് എനിക്കതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്, എനിക്കതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് ഊർജ്ജമുണ്ട്. ഒന്ന് ചലനാത്മകമായ പ്രപഞ്ച ഊർജവും, പ്രപഞ്ചത്തെ രൂപപ്പെടുന്ന ഊർജവും. രണ്ട് അതിനെ അറിയാൻ സാധിക്കുന്ന, മനസ്സിലാക്കാൻ സാധിക്കുന്ന ബോധ ഊർജവും. ഇത് മനസ്സിലാവുമല്ലോ. അപ്പോൾ ആ ബോധ ഊർജം എന്നൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇറ്റ്സ് സോ ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്കത് മനസ്സിലായി കഴിഞ്ഞാൽ ഇറ്റ്സ് ഈസി. അതായത് ബോധതലത്തിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ബോധത്തോടു കൂടിയല്ലെങ്കിലും ബോധതലത്തിലാണ് ചെയ്യുന്നത്. നമ്മൾ തന്നെ പറയാൻ എനിക്ക് ബോധം ഉണ്ടായില്ല അത് ചെയ്യുമ്പോൾ എന്ന്. അതിനർത്ഥം നമ്മൾ ബോധമില്ല എങ്കിലും അപ്പോഴും ബോധമുണ്ട്, ചെയ്ത കാര്യം തെറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴും ബോധമുണ്ട്, ചെയ്യുമ്പോഴും ബോധമുണ്ട്. അപ്പോൾ ബോധ ചിന്തകൾ നമ്മളിൽ പല വിധത്തിലുള്ള ബോധചിന്തകളുണ്ട്. വികാരചിന്തകൾ, ബുദ്ധിചിന്തകൾ, സ്മരണകൾ, ഇഷ്ടങ്ങൾ, ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ തുടങ്ങിയ അനവധി ചിന്തകൾ. അപ്പം ഇത്തരം ചിന്തകളൊക്കെ ആണ് നമ്മുടെ വ്യക്തിത്വം എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് പറയാണ്, നമ്മളെപ്പോഴും നമ്മളെക്കുറിച്ച് പറഞ്ഞ് ഞാനൊരു ബോധമനസ്സാകുന്നു എന്ന് നമ്മൾ പറഞ്ഞുറപ്പിക്കണം. കാരണം ഈ ബോധമനസ്സെന്ന സൂക്ഷ്മ ശക്തിയാണ്
നമ്മളെ ഒരു സ്ഥൂല ശരീരത്തിലൂടെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ അറിവ്, നിങ്ങളുടെ കഴിവൊക്കെ നിങ്ങളുടെ ബോധമണ്ഡലത്തിൽ നിന്നാണ് വരുന്ന ബോധചിന്തകളാണത്. ആ ചിന്തകളൊന്ന് കെട്ടടങ്ങിയാൽ പിന്നെ എന്തുണ്ട് നിങ്ങൾക്ക്? ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ട്? നിങ്ങൾ ആരാണെന്ന് പറയാൻ പറ്റൂ? നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ വികാരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഉറക്കത്തിൽ? കാരണം ചിന്തകൾ കെട്ടടങ്ങുന്നതോടുകൂടി കഴിഞ്ഞു. പിന്നെ നിങ്ങളവിടെ ഇല്ല. ആ മനുഷ്യൻ ഉറങ്ങിക്കഴിഞ്ഞു നമ്മൾ പറയും. അപ്പോൾ ഒരാൾ വ്യക്തിത്വമാവുന്നത് ഉണരുമ്പോഴാണ്. ഉണരുന്നത് ചിന്തകളാണ്. അപ്പോൾ ആ ബോധചിന്തകളെ നമ്മൾ ശരിക്കും മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. ഈ ബോധചിന്തകൾ പോലും നിൽക്കുന്നത് അനന്തമായൊരു സ്വതന്ത്രമായൊരു ബോധത്തിലാണ്. അതെങ്ങനെ മനസ്സിലായി? കാരണം നമുക്കെല്ലാവർക്കും ഒരു ഫ്രീഡം തന്നിട്ടുണ്ട്, എന്ത് ചിന്തിക്കണം എന്ത് ചിന്തിക്കരുത് എന്ന്. അപ്പം നമ്മുടെ ചിന്തകളെ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് ബൈഫർക്കേറ്റ് ചെയ്യാൻ, ഡൈവേർട്ട് ചെയ്യാൻ നമുക്ക് ഫ്രീഡമുണ്ട്, സ്വാതന്ത്ര്യം. ഇല്ല നിങ്ങൾ പറയൂ? നമ്മളൊരു കുട്ടി കരയുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിനെ വേറൊന്നിലേക്ക് കൊണ്ടുപോകുന്നത് ആ കുട്ടിയുടെ ബോധ മനസ്സിന് ഒരു ചിന്ത വിട്ട് വേറെ ചിന്തയിലേക്ക് പോകാനുള്ള കഴിവുള്ളതുകൊണ്ടല്ലേ, ഫ്രീഡം ഉള്ളതുകൊണ്ടല്ലേ. അപ്പോൾ നമ്മൾ തന്നെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്, നമുക്ക് വേദനിപ്പിക്കുന്ന ഒരു കാര്യം, നമുക്ക് പരാജയമുണ്ടായ കാര്യം, അത് നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്ലേറ്റ് മാറ്റും, അല്ലെങ്കിൽ സബ്ജക്റ്റ് മാറ്റും. അപ്പം മറ്റുള്ളവർ പറയും, നിങ്ങളങ്ങനെ പ്ലേറ്റ് മാറ്റണ്ട. മീൻസ് നമുക്ക് ആ സബ്ജക്റ്റ് കേൾക്കാൻ താല്പര്യമില്ല. ഉടനെ ഇമ്മീഡിയറ്റ്ലി നമ്മൾ വേറൊന്നിലേക്ക് ഡൈവേർട്ട് ചെയ്യും. അപ്പം നമ്മുടെ ബോധത്തിന് ഒരു ചിന്തയിൽ നിന്നും വേറൊരു ചിന്തയിലേക്ക് കടക്കാൻ ആ സ്വാതന്ത്ര്യം ഇല്ലായിരുന്നുവെങ്കിൽ, ഒരേ ചിന്തയിൽ തന്നെ നമ്മൾ കുരുങ്ങിക്കിടന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളെ മാറ്റാൻ പറ്റുമോ? അപ്പോൾ ആ ഒരു കഴിവിനെക്കുറിച്ച് നമ്മളാരും ഗൗരവമായിട്ട് എടുത്തിട്ടില്ല. അതായത് സ്വതന്ത്രമായൊരു ബോധത്തിലുള്ള ചിന്തകളാണ് ഞാൻ നിങ്ങൾക്ക് ശരിക്കും നിങ്ങളെ പരിചയപ്പെടുത്തി തരികയാണ്. നിങ്ങളാരാണ്? സ്വതന്ത്രമായ ബോധത്തിലുള്ള ചിന്തകൾ. ആ സ്വതന്ത്രമായ ബോധത്തിലെ ചിന്തകളാണ് നമ്മൾ. ആ ബോധത്തിന് സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പം നിങ്ങൾ എന്നെ ദുഃഖിപ്പിക്കാൻ വിചാരിച്ചാൽ ഞാൻ എൻ്റെ ചിന്തകളെ വേറൊന്നിലേക്ക് മാറ്റുന്നു. ഞാൻ ഫോഴ്സ്ഫുള്ളി എൻ്റെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യാണ്. മൈൻഡിനോട് പറയണം, ഞാൻ തന്നെ എന്നെ കൗൺസിൽ ചെയ്തിട്ട് പറയണം, കാര്യമായിട്ട് എടുക്കണ്ട, ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്, വേറെ വല്ലതും ചിന്തിക്കൂ. അപ്പം എനിക്ക് ആ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടല്ലേ. ഈ സ്വാതന്ത്ര്യം എല്ലാവരിലും ഉണ്ടല്ലോ, ആർക്കാ ഇല്ലാത്തത്? അപ്പം അങ്ങനെ സ്വാതന്ത്ര്യമുള്ള ഒരു ബോധ ശക്തിയാണ് നമ്മൾ. അതാരും മനസ്സിലാക്കുന്നില്ല. ഇതാണ് നമ്മുടെ ശരിക്കുള്ള വ്യക്തിത്വം, സ്വാതന്ത്ര്യമുള്ള ബോധ ശക്തി. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വി ഹാവ് ഓൾ ദ ഫ്രീഡം ടു ചൂസ് ദ തോട്ട്സ്. ഈ ചിന്തകളെ നമ്മൾ ചൂസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ജീവിതം നമുക്ക് വിജയപ്രദമാക്കാം. കാരണം ഇവിടെ ദുഃഖിക്കേണ്ടതില്ല. ദുഃഖം എന്നത് ചിന്തയാണ്. അതിൽ നിന്ന് മാറാനുള്ളൊരു കഴിവ് നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഗീത നമ്മളെ എത്തിക്കുന്നത് ഈ ഒരു ഇന്നർ ട്രാൻസ്ഫോർമേഷനിലേക്കാണ്. നമുക്ക് തരുന്ന നമ്മളിൽ ഇൻജക്റ്റ് ചെയ്യുന്ന ആ ഒരു ഇന്നർ എനർജിയാണ്, ഇന്നർ കഴിവാണ്. ഈ കഴിവ് നമ്മൾ നേടിക്കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങളെ നമുക്ക് ഉള്ളിൽ തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ആസ്വദിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, എപ്പോഴൊക്കെ നിങ്ങൾ ദുഃഖിക്കുന്നു, വിഷമിക്കുന്നു, വേദനിക്കുന്നു, വിഷാദം വരുന്നു, അസ്വസ്ഥത വരുന്നു തുടങ്ങിയ എല്ലാ നെഗറ്റിവിറ്റിയും നിങ്ങൾക്ക് വരുന്നതിന് കാരണം നിങ്ങളുടെ മൈൻഡ് ഏതോ വിഷാദ ചിന്തകളിൽ കുരുങ്ങിക്കിടന്ന് അത് ആവർത്തിച്ച് അയവിറക്കുകയാണ്. നിങ്ങൾക്കത് വിടാനുള്ള കഴിവ് വേണോ? നിങ്ങൾക്ക് ഈ ചിന്തകളെ നിസ്സാരമാക്കാനുള്ള കഴിവ് വേണോ? ഗീത പഠിക്കണം, ചില അനുഷ്ഠാനങ്ങൾ ചെയ്യണം, ജീവിതത്തിൽ ചില കൃത്യനിഷ്ഠകൾ വേണം. അപ്പം നിങ്ങൾക്ക് ആരെന്ത് പറഞ്ഞാലും ഒരു കാതിലൂടെ കേട്ട് മറ്റൊരു കാതിലൂടെ വിടാൻ പറ്റും. നിങ്ങൾക്ക് ജീവിതത്തെ കുറേയും കൂടിയും രസകരമാക്കാം, പ്രശ്നങ്ങളെ നിസ്സാരമാക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് സാധിക്കും, കഴിവുണ്ട്. അതിനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഗീത പഠിക്കണം, ഗീത മനസ്സിലാക്കണം. അപ്പം നമുക്ക് എന്തും ഏത് പ്രശ്നങ്ങളും നേരിടാൻ, അഭിമുഖീകരിക്കാൻ ഒരു സ്ട്രെങ്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരും. നിൽക്കട്ടെ, നമ്മൾ എത്തി നിൽക്കുന്നത് 33-ാമത്തെ ശ്ലോകത്തിലാണ്. അപ്പം നമ്മളവിടെ കണ്ടു ഈ അർജുനനോട് പാപത്തെക്കുറിച്ച് കൃഷ്ണൻ പറയുന്ന ആ വരികൾ. ഒന്നുകൂടി നമുക്ക് ആ ശ്ലോകം ചൊല്ലാം. അതച്ഛേത്തമിമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തതസ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപമവാപ്സ്യസി. അർജുനൻ 1-ാം അധ്യായത്തിൽ കൃഷ്ണനോട് പറഞ്ഞത്, ഈ കുരുവൃദ്ധന്മാരെ, കുരുശ്രേഷ്ഠന്മാരെയൊക്കെ വധിച്ചു കഴിഞ്ഞാൽ പാപം കിട്ടും. സ്വാർത്ഥത കൊണ്ട് ഇവരെ കൊന്ന് രാജ്യത്തിനായിട്ട് ലോഭം കാണിച്ച് നീ ക്രൂരത ചെയ്ത് നിനക്ക് പാപമുണ്ടാവും എന്നൊക്കെയാണ് അർജുനൻ സ്വയം ആ സമയത്ത് കൃഷ്ണനോട് തൻ്റെ ജീവിത വിഷമങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞത്.
ഇപ്പോൾ കൃഷ്ണൻ പറയുന്നു, നീ ചെയ്യേണ്ടത് ചെയ്തിട്ടില്ല എങ്കിൽ അതായിരിക്കും പാപം. അപ്പം യുദ്ധം ചെയ്യുന്നത് പാപമാണെന്ന് അർജുനനും യുദ്ധം ചെയ്യാതിരിക്കുന്നതാണ് പാപമെന്ന് കൃഷ്ണനും പറയുന്നു. സാധാരണക്കാരൻ ഇത് കേട്ടാൽ ആകെ കൺഫ്യൂഷനാവും. കാരണം അർജുനൻ പറഞ്ഞതല്ലേ ശരി, ആരെയും കൊല്ലാൻ പാടില്ലല്ലോ, കൊല്ലുന്നതല്ലേ പാപം എന്നൊക്കെ. കൃഷ്ണനും അത് തന്നെയാണ് പറഞ്ഞത്. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, കൃഷ്ണനും രാമനും പഠിപ്പിക്കുന്ന യുദ്ധമല്ല. ഇവിടെ യുദ്ധ സംസ്കാരമല്ല ഭാരതത്തിൻ്റേത്. നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ആയുധം എടുക്കില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ആയുധമെടുക്കും. നിങ്ങൾ കണ്ടില്ലേ, ചൈനയും ഇന്ത്യയും തമ്മിൽ അടുത്ത കാലത്തുണ്ടായ സംഘർഷം ബോർഡറിൽ. ഇന്ത്യ ആയുധമെടുക്കാതെ തന്നെ അവർ കയ്യേറിയപ്പോൾ അവരോട് അന്വേഷിക്കാൻ ചെന്നു, എന്താ നിങ്ങൾ ഞങ്ങളുടെ സ്ഥലത്ത് കയ്യേറിയിരിക്കുന്നത്, ഇവിടെ എന്താ ഒരു ടെൻറ്റ് കെട്ടിയിരിക്കുന്നത്. അവർ നിയമം തെറ്റിച്ചു. അതാണ് സംസ്കാരശൂന്യരായ ചൈന. സംസ്കാരശൂന്യത്വം കാണിച്ചു. അവരുടെ ധാർഷ്ട്യം, അഹങ്കാരം, സ്വാർത്ഥത, മറ്റുള്ളവൻ്റെ രാജ്യത്തോടുള്ള അത്യാർത്തി, ഇത്തരം സംസ്കാരങ്ങൾ അധപ്പതനത്തിൻ്റെ കാര്യങ്ങളാണ്. കുറേ കഴിഞ്ഞാൽ ആ സംസ്കാരം നശിക്കാൻ, ഒരു സംസ്കാരം നശിക്കാൻ പോകുന്നതിൻ്റെ സൂചനകളാണ് അത്യാർത്തി, ഇതൊക്കെ. നിങ്ങൾ നോക്കൂ, ഒരു കാലത്ത് മുഗളന്മാരും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരും അത്യാർത്തിയും ധാർഷ്ട്യവും അഹങ്കാരവും വെച്ചുകൂടെ ഭരിച്ചു. എന്തായി അവരുടെ കാര്യം? കഴിഞ്ഞു. ഇന്നിപ്പോൾ ഇന്ത്യ എത്തുന്നത് ഒരു കാലത്ത് ഇന്ത്യയെ ഭരിച്ച രാജ്യത്തിനും അപ്പുറത്തേക്കാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ എടുത്ത് നോക്കൂ, അവിടുത്തെ പ്രധാനമന്ത്രി കഴിഞ്ഞാൽ അടുത്ത ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലൊക്കെ ഇന്ത്യക്കാരെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലം ബ്രിട്ടൻ ഇന്ത്യ ഭരിക്കുന്ന സമയം വരും, സംശയിക്കേണ്ട. കാരണം അവർക്കൊക്കെ ഇന്ന് ഇന്ത്യയെ ആശ്രയിക്കാതെ നിലനിൽപ്പില്ല. കാരണം കഴിക്കാനുള്ള ആഹാരം ഇവിടുന്ന് പോകണം. നമ്മളാണ് ഏറ്റവും കൂടുതൽ കാർഷിക സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വർക്കിംഗ് ഫോഴ്സ് ഉള്ളത്. ഈ രാജ്യം അത്രയും സമ്പന്നമാണ്. രാഷ്ട്രീയക്കാർ കൊണ്ട് നശിപ്പിച്ചു എന്നുള്ള വേറെ കാര്യം. നമ്മളിപ്പോൾ അത് റീബിൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരം ഭാരതത്തിൻ്റെ ആത്മീയ സംസ്കാരമാണ്. അതാണ് കൃഷ്ണൻ പറയുന്നത്, അർജുന, അക്രമചിന്ത, ധാർഷ്ട്യം, സ്വാർത്ഥത, ലോഭം, അത്യാർത്തി, ഇത്തരം ചിന്തകളോടാണ് യുദ്ധം ചെയ്യേണ്ടത്. ഈ ചിന്തകളുമായിട്ട് വരുന്നവരെ തടഞ്ഞു നിർത്തിയിട്ടെങ്കിൽ, അവരെ നിർത്തേണ്ടിടത്ത് നിർത്തിയിട്ടില്ലെങ്കിൽ അത് രാജ്യത്തെ തന്നെ നശിപ്പിക്കും. അതുകൊണ്ട് നിന്റെ ധർമ്മം, സ്വധർമ്മം എന്ന് പറഞ്ഞാൽ, ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ, ഒരു ഉത്തരവാദിത്വപ്പെട്ട ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഇത്തരത്തിലുള്ള അത്യാർത്തി പൂണ്ട അധർമ്മം നിൽക്കുന്ന സംസ്കാരങ്ങളെ തടയിടുക എന്നാണ്. അതിനോടാണ് യുദ്ധം ചെയ്യേണ്ടത്. അപ്പോൾ ഈ യുദ്ധം എന്ന വാക്ക് രണ്ടർത്ഥത്തിൽ ഗ്രഹിക്കണം. ഒന്ന്, നമ്മുടെ വ്യക്തിത്വം എപ്പോൾ, സ്വതന്ത്രമായ ബോധം എപ്പോൾ അസ്വതന്ത്രമായ ചിന്തകളിൽ കെട്ടിക്കുരുങ്ങുന്നോ, ആ അസ്വാതന്ത്ര്യത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക് എത്താൻ യുദ്ധം ചെയ്യണം. എന്തിനോട്? നമ്മുടെ ദൗർബല്യങ്ങളോട്. ആ യുദ്ധമാണ് കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും. സമൂഹം ചെയ്യുന്ന അക്രമങ്ങളുണ്ടല്ലോ, അതിനെ തടയിട്ടിട്ടില്ലെങ്കിൽ, അതിനെ നമ്മൾ ഒറ്റക്കെട്ട, അവിടെ ഇൻഡിവിജ്വലി നമുക്ക് സാധ്യമില്ലെങ്കിലും ഇൻഡിവിജ്വലി നമ്മൾ വാട്ട് ടു കം ഫോർവേഡ്, നമ്മൾ മുന്നോട്ട് വരണം. അത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് ഇവിടെ ദുഃഖിക്കേണ്ടി വരും. ഞാൻ ഈ ശ്ലോകം വളരെ ആധികാരികമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം ഇതേറെ ഹിന്ദുക്കൾ ചിന്തിക്കേണ്ട വിഷയമാണ്. കാരണം ഈ ഭാരതത്തിൽ ഇവിടെ അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടുത്തെ പല രാഷ്ട്രീയ പാർട്ടികളെയും നിങ്ങൾ നോക്കൂ. കമ്മ്യൂണിസം, എന്തേ ഇന്ത്യയിൽ കമ്മ്യൂണിസം തകർന്നു പോയത്? പഠിക്കണം, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പഠിക്കണം ആ വിഷയം. അവരതൊന്നും പഠിക്കാൻ തയ്യാറില്ല. കമ്മ്യൂണിസം തകരാൻ കാരണം അവർ വിദേശ സംസ്കാരത്തെയാണ് ഇവിടെ കൊണ്ടുവന്നത്. കമ്മ്യൂണിസം എന്നത് വൈരുദ്ധ്യാത്മീയ ഭൗതികവാദമാണ്. ഭാരതത്തിൻ്റെ ആത്മീയ സംസ്കാരത്തെ അവർ അവഗണിച്ചു. ഭാരതത്തിൻ്റെ ആത്മീയ സംസ്കാരത്തെ അവഗണിച്ച് അവർ ബംഗാളികളെ പാവം അവർ ബീഡി വലിക്കാനും സമരം ചെയ്യാനും മാത്രം പ്രേരിപ്പിച്ചപ്പോൾ അവിടുത്തെ ആത്മീയമായ സംസ്കാരം, ദസറ, അവിടുത്തെ പല ഫെസ്റ്റിവലും അവർക്ക് ആഘോഷിക്കാൻ പറ്റാതെ, കാരണം അതൊന്നും ഇവരുടെ ഉള്ളിൽ കുത്തിവെച്ചില്ല. അതിൻ്റെ ഒരു തിരിച്ചടിയായിരുന്നു പിൽക്കാലത്ത്. ഇപ്പോൾ നിങ്ങൾ ബംഗാളിൽ പോയി നോക്കൂ, അവിടുത്തെ ആ ദസറ മഹോത്സവം ഒന്ന് കാണണം. ബംഗാളിൽ ഈ അവരുടെ ഒരു നവരാത്രി ഫെസ്റ്റിവൽ ഉണ്ട്. ഓരോ സ്ഥലത്തും കോടികളുടെ പന്തൽ കെട്ടിയിട്ട്, ഇവിടെയൊക്കെ കാണുന്നുണ്ടല്ലോ ബംഗാളികൾ വർക്ക് ചെയ്യുന്നത്. 500-600 രൂപയ്ക്ക് വർക്ക് ചെയ്തിട്ട് ആ 500 രൂപയിൽ അവൻ 100 രൂപയെങ്കിലും ഓരോ ദിവസം എടുത്തു വയ്ക്കും അവിടുത്തെ പന്തലിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം അവർ കൊടുത്തേ പറ്റുള്ളൂ. 2 കോടി 3 കോടിയുടെ പന്തലാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? കാളിയുടെ അനുഗ്രഹം. പന്തലിന് വേണ്ടിയിട്ടല്ല, കാളിയുടെ അനുഗ്രഹം അവരുടെ കുടുംബത്തിന് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഒരു അടിസ്ഥാനമായൊരു സംസ്കാരമുണ്ടല്ലോ, പരമ്പരയായിട്ട് കൊണ്ടു നടന്നത്, അതിന് എഗെയിൻസ്റ്റായിട്ട് ഏത് രാഷ്ട്രീയ പാർട്ടി നിന്നാലും അതിനകത്തപ്പം തന്നെയുള്ളൂ. ശബരിമല തന്നെ കണ്ടില്ലേ നമ്മൾ,
ശബരിമല ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ പേരിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ മൂക്കുകുത്തി ഇറങ്ങിയിരുന്നു. അവന് ധാർഷ്ട്യം, ഞങ്ങൾ സ്ത്രീകളെ കയറ്റും, എന്ത് സംഭവിക്കുന്നു. ലോക്സഭാ ഇലക്ഷൻ വന്നപ്പോണ്ടല്ലോ, കണ്ടില്ലേ നിങ്ങൾ, അവരെ പുല്ലിൻ്റെ വേര് പിഴുതെറിയുന്ന പോലെയല്ലേ പാർട്ടികളെ പിഴുതെറിയത്. എന്തേ ജനങ്ങൾ ഇത്ര പ്രതികരിച്ചത്? ഇവർക്കൊക്കെ രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ലേ വോട്ട് ചെയ്യുമ്പോൾ? എന്തേ ഇവർ പിഴുതെറുന്നത്? കാരണം അയ്യപ്പനോട് കളിച്ചപ്പോൾ അത് അവൻ്റെ വികാരങ്ങളെ വേദനിപ്പിച്ചു. അയ്യപ്പനെയാണ് വാല്യൂ ചെയ്തത്, ഈ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികളെയോ രാഷ്ട്രീയ പാർട്ടികളുടെ ആദർശങ്ങളെയല്ല. കാരണം ഈ ആദർശം കൊണ്ട് നടക്കുന്നവരുടെ നേതാക്കന്മാരൊക്കെ പാവങ്ങളുടെ പാർട്ടിയാണ്, പക്ഷെ അവരൊക്കെ കോടീശ്വരന്മാരാണ്, മക്കൾ കോടീശ്വരന്മാരാവാൻ ശ്രമിച്ചിട്ട് പലരും ജയിലിലാണല്ലോ. ഞാൻ രാഷ്ട്രീയം അധികം പറയുന്നില്ല, പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഇത് തന്നെ കോൺഗ്രസ്സിനും പറ്റിയത്. ഞാനിതൊക്കെ പറയാൻ കാരണം നമ്മൾ ഒരു വിമർശിക്കുകയല്ല, പക്ഷെ നമ്മൾ പഠിക്കണം എന്തുകൊണ്ട് ഈ രാഷ്ട്രീയങ്ങളൊക്കെ നശിച്ചു പോയി ഭാരതത്തിൽ. കോൺഗ്രസ് എന്ത് ഇത്ര അധപ്പതിച്ചു പോയത്? കാരണം അവർ വോട്ടിന് വേണ്ടിയിട്ട് ഇതര മതങ്ങളെ അമിതമായി പ്രീണിപ്പിച്ചു. ഭാരതത്തിൻ്റെ സംസ്കാരത്തെ അവഗണിച്ചു, അവരും നമ്മുടെ സംസ്കൃത പഠനത്തെ അവഗണിച്ചു. ക്ഷേത്രങ്ങളിൽ നോക്കണം നിങ്ങൾ, നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഹിന്ദുമതം പഠിപ്പിക്കരുത്, അതിനുള്ള വ്യവസ്ഥ ഇതില്ല. എന്നാൽ ഇതര മതങ്ങൾക്ക് അവരുടെ മതഗ്രന്ഥം പഠിപ്പിക്കാൻ ഫണ്ട് കൊടുക്കുക, അവർക്ക് പ്രത്യേക ആനുകൂല്യം. ആ മതങ്ങൾ പഠിപ്പിക്കുന്നതോ ആധ്യാത്മികതയാണോ? അതുപോട്ടെ, അതുമില്ല. ഹിന്ദുമതം എന്താ പഠിപ്പിക്കുന്നത്? അടിസ്ഥാനമായിട്ട് ഹിന്ദുമതത്തിൻ്റെ സംസ്കാരം എന്താ? ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? ഞാൻ എല്ലാ മതസ്ഥരോടും ചോദിക്കണം, നിങ്ങൾക്ക് ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന സയൻസ് നിഷേധിക്കാൻ പറ്റുമോ? അടിസ്ഥാന സയൻസ് ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം നിങ്ങൾക്ക്. എന്താണ് ഹിന്ദുമതം പഠിപ്പിക്കുന്നത്? മോസ്റ്റ് മോഡേൺ സയൻസ് പഠിപ്പിക്കുന്ന അതേ ഫിലോസഫി, അതേ സയൻസ് ഒരു വടിയും കൂടെ മേലെ പഠിപ്പിക്കണോ? ശ്രദ്ധിക്കുക നിങ്ങൾ, ഇത്രയും നിങ്ങൾ അംഗീകരിക്കല്ലോ. ഈ പ്രപഞ്ചം മുഴുവൻ ഒരേ ഊർജ്ജശക്തി വ്യത്യസ്ത രൂപത്തിൽ പ്രകടമായതാണെന്ന്. ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ, അപ്പുറത്തിന് എനർജിയെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം അത് തന്നെയാണ്. വെള്ളത്തെ വിഘടിപ്പിച്ചു പോയാലും, കല്ലിനെ വിഘടിപ്പിച്ചു പോയാലും, വായു ഹൈഡ്രജനെ വിഘടിപ്പിച്ചു പോയാലും, ഓക്സിജനെ വിഘടിപ്പിച്ച് പുറകിലോട്ട് പോയാലും എത്തിച്ചേരുന്നത് ഒരേ ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ. അപ്പോൾ ഈ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ തന്നെയാണ് വ്യത്യസ്ത മോളിക്യൂളുകളായിട്ട് പലതിനോട് ചേർന്നിട്ട് പലതായി, ഒന്ന് തന്നെ പലതായി തീർന്നു. ഒരേ കൈകളിൽ നിന്ന് പല രൂപത്തിലുള്ള വിരലുകൾ പ്രകടമായതുപോലെ ഒരേ എനർജി തന്നെ പല രൂപങ്ങൾ, ഒന്ന് സ്വർണമായിട്ട്, ചെമ്പായിട്ട്, വെള്ളിയായിട്ട്, ഒരേ എനർജി. അത് അംഗീകരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ലേ? അതല്ലേ അടിസ്ഥാന സത്യം. ഇനി അതിനും പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഈ എനർജിയെ അറിയാൻ സാധിക്കുന്ന ഒരു ബോധശക്തി, ആ ബോധശക്തിയും ഉള്ളത് കൊണ്ടാണ് എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റുന്നത്. സ്വതന്ത്രമായൊരു ബോധം. ഞാൻ പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കണം. എന്നെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ബോധശക്തി അത് തന്നെയല്ലേ നിങ്ങളെ ഓരോരുത്തരെയും ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ബോധശക്തി. എന്നെ ഞാനാക്കി നിർത്തുന്ന ഊർജം തന്നെയല്ലേ നിങ്ങളെ നിങ്ങളാക്കി നിർത്തുന്ന ഊർജവും. എൻ്റെ അടിസ്ഥാന ഊർജവും നിങ്ങളുടെ അടിസ്ഥാന ഊർജവും വേറെ വേറെയാണോ? പറയൂ നിങ്ങൾ. പ്രകടമാകുന്ന രൂപങ്ങളുടെ നിറത്തിലും രൂപത്തിലും ഭാവത്തിലും വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നമുക്ക് വെള്ളം തന്നെ പല നിറത്തിലുള്ള ഐസ് ക്യൂബുകളാക്കാം, പക്ഷേ വെള്ളം വെള്ളം തന്നെയല്ലേ? ഹൈഡ്രജനും ഓക്സിജനും അല്ലേ വെള്ളം? അതിപ്പോൾ ഐസ് ഏത് നിറത്തിലിരുന്നാലും ഹൈഡ്രജനും ഓക്സിജൻ തന്നെയാണ്. മഞ്ഞിൻ്റെ രൂപത്തിലിരുന്നാലും, ഹിമാലയത്തിൽ ഒരിക്കലും ഉരുകാത്ത മഞ്ഞ് കട്ടകളായിട്ട് കിടക്കുമ്പോഴും അത് ഹൈഡ്രജനും ഓക്സിജൻ തന്നെയല്ലേ? അപ്പോൾ ഇതുപോലെ എന്നെ ഞാനാക്കി നിർത്തുന്ന ബോധ ഊർജവും പ്രപഞ്ച ഊർജവും അതേ ഊർജ്ജം തന്നെയാണ് നിങ്ങളെ നിങ്ങളാക്കി നിർത്തുന്നത്. അതിൻ്റെ പ്രകടനം, അതിൻ്റെ മാനിഫെസ്റ്റേഷന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഒരേ ഇലക്ട്രിക് പവർ നമ്മൾ വ്യത്യസ്ത ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രേരക ശക്തിയായ കറണ്ട് എല്ലാ വീടുകളിലും ഒരേ കറണ്ട് തന്നെയാണ്. ഓരോ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വ്യത്യസ്തമായിരിക്കാം, പക്ഷേ അതിലൂടെ പ്രകടമാകുന്ന പവർ അതൊന്നു തന്നെയല്ലേ? അപ്പം ഞാനും നിങ്ങളൊക്കെ ഒരേ ഊർജ്ജം തന്നെയല്ലേ? ഇതിൻ്റെ പേരാണ് അദ്വൈതം എന്ന് പറയുന്നത്. അവിടെയാണ് ഈശ്വരനും മനുഷ്യനും സകല ജൈവജാലങ്ങളും ഒക്കെ ഒരേ ശക്തി. ഈശാവാസ്യമിതം സർവം, സർവം ഈശാവാസ്യം. ഒരേ ഈശ്വരനാൽ, ഒരേ ഈശ്വരനിൽ ആവാസിക്കുന്ന, ഒരേ ഈശ്വരനിൽ വസിക്കുന്ന വ്യത്യസ്ത രൂപങ്ങൾ. ഇതാണ് അദ്വൈതം. ഇതിനെ നിഷേധിക്കാൻ ഏതെങ്കിലും മതത്തിന് പറ്റുമോ? അപ്പോൾ ഈ ഒരു അടിസ്ഥാന സത്യം പഠിപ്പിക്കാൻ അതിന് രാഷ്ട്രീയക്കാർക്കൊന്നും ഫണ്ടില്ല. എന്നാൽ നമ്മുടെ മതം അല്ലാത്തവരൊക്കെ കാഫീറുകളാണ്, അവരെ കൊല്ലുമ്പോഴാണ് സ്വർഗം കിട്ടുക എന്ന് പഠിപ്പിക്കുന്ന മതത്തിന് ഇവിടെ ഫണ്ട് കൊടുക്കാനുണ്ട്. അതിന് ഫണ്ട് സർക്കാർ കൊടുക്കുന്നു. എന്നാൽ എല്ലാം അടിസ്ഥാനമായി ഒന്നാണെന്ന് ഐൻസ്റ്റീൻ പറയുന്നു. അതുപോലെ തന്നെ അദ്വൈതം എന്ന ഭാരതീയ ഋഷിവര്യന്മാർ പറയുന്നു. പഠിപ്പിക്കുന്നത് അത് മതേതരത്വത്തിന് ഹാനികരാവത്രേ. വെറുതെയാണോ ഈ കോൺഗ്രസ്സിനെയൊക്കെ
ആളുകൾ വേരുപിഴുത് വലിച്ചെറിഞ്ഞത്. കാരണം എന്ന് ഭാരത സംസ്കാരത്തിന് എഗെയിൻസ്റ്റായിട്ട് ഇവർ പ്രവർത്തിച്ചിട്ടുണ്ടോ അന്ന് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ അധപ്പതനം വന്നിട്ടുണ്ട്. കാരണം വോട്ടിന് വേണ്ടി ഇതര മതങ്ങളെ പ്രീണിപ്പിച്ച് അവരുടെ മതഗ്രന്ഥങ്ങൾ മാത്രം പ്രചരിപ്പിച്ച് ഹിന്ദുവിനെ അവഗണിച്ചപ്പോൾ ഹിന്ദുവും ഈ പാർട്ടിക്കാരെ അവഗണിക്കാൻ തുടങ്ങി. ഇന്ന് കോൺഗ്രസും കമ്മ്യൂണിസവും അനുഭവിക്കുന്നത് ഭൂരിപക്ഷ ഹിന്ദു സമുദായം അവഗണിക്കപ്പെട്ട കൂട്ടത്തിലാണ് ഇവർ. അവരെ പരിഗണിച്ചില്ല, അവരെ അവഗണിച്ചു. ഇന്ന് ഹിന്ദുക്കൾ അത് റിയലൈസ് ചെയ്തു. ഭഗവത്ഗീത അതാ പഠിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള നമ്മളെ അവഗണിക്കുന്ന, നമ്മളെ ഉപയോഗിച്ചുകൊണ്ട് അധികാരം നിലനിർത്തി കോടീശ്വരന്മാരെ, മക്കളെ ജയിലുകളിലേക്ക് അയക്കുന്ന രാഷ്ട്രീയക്കാരെ അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ഈ ലോകത്തെ മുഴുവൻ കൈപിടിച്ചുയർത്താൻ സാധിക്കുന്ന, ലോകത്തെ മുഴുവൻ കൂട്ടിച്ചേർക്കാൻ സാധിക്കുന്ന ആ ഒരു സംസ്കാരമുള്ള ഒരു രാഷ്ട്രീയം ഇവിടെ വേണം. ഭാരതത്തിൻ്റെ സംസ്കാരം ഉൾക്കൊണ്ട ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമേ ഇത് സാധിക്കുള്ളൂ. കാരണം നമ്മൾ ആരുടെയും ശത്രുവല്ല. ആയുധം എടുക്കില്ല, പറഞ്ഞാൽ ആയുധം എടുക്കില്ല. എന്നിട്ടും ചതിയും വഞ്ചനയായിട്ട് ആയുധവും എടുത്തു വന്നാലോ അപ്പോൾ കൈകെട്ടി നിൽക്കരുത്. അവിടെയാണ് ചെയ്യേണ്ടത് ചെയ്യണം. ഇതുപോലെയാണ് അർജുനനോട് പറയുന്നത്, യുദ്ധം ചെയ്യണം, അല്ലെങ്കിൽ പാപം അവാപ്സ്യസി. മനസ്സിലാവുണ്ടല്ലോ നിങ്ങൾക്ക്? അപ്പം നമ്മളോട് പാപം ചെയ്യരുത്. എന്താ നമ്മളോട് പാപം ചെയ്യരുത്? നമുക്ക് നമ്മുടെ ദൗർബല്യങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കുമെങ്കിൽ അത് കടക്കാതിരിക്കുന്നത് പാപമാണ്. If your consciousness is so free to think, if you are not using that conscious power, you are harming yourself, you are doing sin to yourself. നമ്മൾ അവനവനോട് സിൻ ചെയ്യണം, പാപം ചെയ്യണം. അപ്പം അതുകൊണ്ട് അവനവനോട് പാപം ചെയ്യരുത്. അതുപോലെ തന്നെയാണ് നമ്മുടെ വീടുകളിൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനുള്ള പേഷ്യൻസ് നമുക്ക് വേണം, നല്ലത് പങ്കുവയ്ക്കാനുള്ളൊരു മനസ്സ് വേണം, സമൂഹത്തിന് സേവ ചെയ്യാനുള്ളൊരു മനസ്സ് വേണം. രാഷ്ട്രത്തിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അവർക്കെതിരെ ഒറ്റക്കെട്ടായി നിന്ന് അതിന് തടയിടാനുള്ള ആ ശക്തി വേണം. ഇതാണ് യുദ്ധം. ഈ യുദ്ധത്തിനാണ് കൃഷ്ണൻ ആഹ്വാനം ചെയ്തത്. അതുകൊണ്ട് കൃഷ്ണൻ തുടർന്ന് പറയുന്നു. വീണ്ടും കൃഷ്ണൻ അതിഗംഭീരങ്ങളായ ടിപ്പുകളാണ് നമുക്ക് തരുന്നത്. നമുക്ക് തുടർന്ന് അടുത്ത ക്ലാസ്സിൽ കൂടുതലത് മനസ്സിലാക്കാം. ഇവിടെ നമുക്ക് തൽക്കാലം ഉപസംഹരിപ്പിക്കാം. വീണ്ടും ഇതേ സമയം നാളെ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാമം.